മോഹൻലാലിൻ്റെ തുടർച്ചയായിട്ടൊരു 10 പടങ്ങൾ ഫ്ലോപ്പായി എന്ന് വിചാരിക്കുക. എല്ലാവരും മോഹൻലാലിനെ അങ്ങ് കുറ്റം പറയും, മോഹൻലാൽ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നല്ല ആഞ്ഞി ചീത്ത വിളിക്കും. ഒറ്റ പടം മതി ഇതെല്ലാം മാറ്റിയിട്ട് ലാലേട്ടനെ പോലെ. പിന്നെ അത് അവരങ്ങനെയാണ്. Mohanlal has always been a great actor. India has accepted. മോഹൻലാലിൻ്റെ തുടർച്ചയായ 10 പടങ്ങൾ ഫ്ലോപ്പാണെന്ന് വിചാരിക്കുക. എല്ലാവരും മോഹൻലാലിനെ കുറ്റം പറയും. എന്നാൽ ഒറ്റ പടം മതി ഇതെല്ലാം മാറ്റി പറയിപ്പിക്കാൻ. ഒരിക്കൽ മോഹൻലാലിനെ ഒപ്പം ഇരുത്തി നടൻ സിദ്ദിഖ് പറഞ്ഞ വാക്കുകളാണിത്. ഒരു മോഹൻലാൽ പടത്തിന് പോസിറ്റീവ് റിപ്പോർട്ട് വന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ബോക്സ് ഓഫീസ് നിന്ന് കത്തും. തിയേറ്ററുകളിൽ എത്തിയതിൻ്റെ 4-ാം ദിനം ആഗോള ബോക്സ് ഓഫീസിൽ 100 കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ് തുടരുമെന്ന ചിത്രം. മോഹൻലാലിന്റെ 100 കോടി ക്ലബിൽ എത്തുന്ന 4ാമത്തെ ചിത്രം കൂടിയാണിത്. ഏറെക്കാലമായി ആരാധകർ കാണാൻ കൊതിച്ച മോഹൻലാലിനെ തുടരുമെന്ന ചിത്രത്തിൽ കാണാനാകുമെന്നതാണ് ചിത്രത്തിന്റെ വിജയത്തിന് പിന്നിൽ. 70-കാരിയായ മുത്തശ്ശി മുതൽ യൂത്തന്മാർ വരെ ടിക്കറ്റിനായി ഓടുമ്പോൾ അറിയാം ആ ലാലേട്ടൻ റേഞ്ച്. ചിരിയും കളിയുമുള്ള, മുണ്ടെടുത്ത് മണ്ണിലിറങ്ങി നടക്കുന്ന, കരയുന്ന, നിഴല് പോലും അഭിനയിക്കുന്ന ആ മോഹൻലാലിനെ തരുൺ പ്രേക്ഷകർക്ക് മടക്കി നൽകി. മോഹൻലാലിന്റെ സ്ലീപ്പർ സെൽ ആരാധകർക്ക് അവരുടെ ലാലേട്ടനെ ബിഗ് സ്ക്രീനിൽ കാണാമെന്ന വാക്ക് പാലിച്ചു. തിയേറ്റർ ആരവത്തിൽ സ്ക്രീനിൽ വിരിയുന്ന ലാൽ വിസ്മയം കാണാൻ ആരാധകർ വല്ലാതെ കൊതിച്ചിരുന്നു. 2 ദിവസം എല്ലാ തിയേറ്ററിലും ഓടി ഇറങ്ങി, ടിക്കറ്റ് കിട്ടിയില്ല. ഇന്നലെ ഒരെണ്ണം ബുക്ക് ചെയ്ത് വെച്ചു. 70 വയസ്സായ എന്റെ കൂടെ ആരും വരാനില്ല. എങ്കിലും ഈ പടം ശോഭനയുടെയും മോഹൻലാലിന്റെയാണ്, നല്ല പടമാണ്, വിലയിരുത്തുന്ന കേട്ടപ്പോൾ കാണണമെന്ന് തോന്നി. കണ്ടില്ലെങ്കിൽ തീരാ നഷ്ടമായി പോയത്. എന്റെ വയസ്സാങ്ങാട്ട് ഒറ്റയ്ക്ക് വന്ന് ഈ പടം കണ്ടു. അത് തികച്ചും എനിക്ക് 25 പടം മോഹൻലാലിനെ കണ്ട് ഇനിയും കിട്ടില്ല. തുടർ പരാജയങ്ങളിൽ അവസാനിച്ചെന്ന് വിമർശിച്ചവർക്ക് തരുൺ കാണിച്ചു തന്നത് ലാൽ ബ്രാൻഡ് ഇനിയും ഇവിടെ തുടരുമെന്നാണ്. തൻ്റെ അഭിനയം കൊണ്ട് ഇന്നലകളിൽ വിസ്മയിപ്പിച്ചു, ഇന്നും വിസ്മയിപ്പിക്കുന്നു, നാളെയും അത് തുടരും. ആ പ്രതീക്ഷ സംവിധായകൻ തരുൺ മൂർത്തി തൻ്റെ സിനിമയുടെ അവസാന ഫ്രെയിമിൽ എഴുതി ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. താരപ്പൊലിമയിൽ ലാലിലെ നടൻ മാഞ്ഞു പോയിട്ടില്ലെന്ന് തെളിയിക്കാൻ ഷൺമുഖൻ എന്ന കഥാപാത്രം മാത്രം മതി. മലയാളിക്ക് ഇനിയും കണ്ടു മതിയായിട്ടില്ലാത്ത ആ പഴയ ലാൽ മാജിക് മിന്നി മറഞ്ഞു പോകുന്നുണ്ട് പല രംഗങ്ങളിലും. തമാശ പറയുന്ന, ചിരിപ്പിക്കുന്ന, ഭാര്യയെ പേടിയുള്ള ആ കുടുംബനാഥനിൽ നിന്നും ഒരു